ബേപ്പൂരിലെ മാപ്പിള ഗലാസിമാർ യന്ത്രങ്ങൾ പോലും തോറ്റുപോയിടങ്ങളിൽ വിജയം നെയ്തവർ. ഉരു പണിയുന്നവരിപ്പോഴും ഒടുവിൽ ഗലാസിമാരെ വിളിക്കുന്നു. ഉരു കടല് തൊടുന്നു. ഈ ഉരു ഖത്തറിലേക്കാണ്. 3.2 കോടി ചിലവിൽ പണിത ആഡംബര ഉരു. ഇറക്കാൻ പറ്റുമോ നമുക്ക്? ദൈവം അനുഗ്രഹിച്ചെന്ന് പോവും, അത്രേ ഉള്ളൂ. 2 ബോട്ട് വരാനാണ് വലിക്കാനായിട്ട്. അത് വലിച്ചു കഴിഞ്ഞ് പിന്നെ ഇവിടുന്ന് JCB ബുഷ് ചെയ്യും. അപ്പുറത്തുനിന്ന് ഒരു ബെഞ്ച് കറക്കും, ദവറ് കറക്കും. പടിയായിട്ടാണ്ട് പോകുന്നത്. ഗലാസിമകളാണ് മെയിൻ. ബാക്കി ഞങ്ങളൊക്കെ പിന്നിലാണ് മാത്രം. ഒരുപാട് ഒരു കടലിലേക്ക് ഇറക്കിയിട്ടുണ്ട്. ഒരുപാട് ഉരു ഇറക്കി. ഇപ്പോഴത്തെ ഈ പണിൻ്റെ മുമ്പ് തന്നെ ബേപ്പൂരൊക്കെ ഈ ഉരുൻ്റെ പണി പല, മഞ്ചിപ്പണി, പല പണി. ഖലാസികളുടെ കുറവ് നികത്താൻ ഇതര സംസ്ഥാന തൊഴിലാളികളെ ആശ്രയിക്കുന്നുണ്ട്. പക്ഷേ അവരൊന്നും ഖലാസിമാർക്കൊപ്പം എത്തുന്നേയില്ല. ഇതപ്പം നിങ്ങൾ സംസാരിച്ചില്ലേ, അയാളാണ് മെയിൻ മൂപ്പൻ. ഓലാണ് ഇവിടുത്തെ ശരിക്കുള്ള ഖലാസികൾ. ഹിന്ദിക്കാരിപ്പോൾ വന്ന് അതിനൊന്ന് ഹെൽപ്പ് ചെയ്യുക, ഇതൊക്കെ ചെയ്തു കൊടുക്കാന്ന് മാത്രമേ ഉള്ളൂ. ഹിന്ദിക്കാരുണ്ട് ഇവിടെ. आपका नाम क्या है? अनवर। आपका घर किधर है? गुजरात। क्या क्या है, क्या क्या करते हैं इधर? काम तो सब अभी इसको नीचे करेगा, बाद में लेके जाएगा. എന്തുകൊണ്ട് പുതിയ ഗലാസിമാരില്ല? ഇതിനെ പണിക്ക് കൂലി കുറവാണ്. അപ്പോൾ ആള് മറ്റുള്ള ഇതിനെക്കാട്ടി കൂടുതൽ പൈസ ഇട്ടാൽ പണിക്ക് പോകും, ഗെറ്റിപ്പണിക്ക് പോവുകയാണ്. അവിടെ പോയാൽ ഒരു മണിക്കൂർ 2 മണിക്കൂർ കൊണ്ട് ഇതിനെക്കാട്ടി കൂടുതൽ പൈസ കിട്ടും. ഇന്ത്യക്കാർ നമ്മളിപ്പോൾ ആളെ കിട്ടാത്തതിൻ്റെ പേര് തിരിക്കാനും ഈ പലക സാധനക്കാരെ മുകളിൽ കൊണ്ടിടാൻ വേണ്ടിയിട്ടാണ് വല വിളിക്കുന്നത്. ഈ 2 ഭാഗത്ത് ഈ ഉരുളിയും പനിയും വെക്കാന്ന് പറഞ്ഞാൽ പണിക്ക് ഒരു പറ്റില്ല. അത് അങ്ങനെ തന്നെ വേണം. ഈ ഉരുവൊക്കെ കടലേക്ക് ഇറക്കുന്നതിന് എത്രത്തോളം അവരുടെ ചിന്തയും ഒപ്പം അവരുടെ ശക്തിയും എല്ലാം ആവശ്യമാണ് എന്നുള്ള കാര്യം കൂടിയാണ് നമുക്കിത് ബോധ്യപ്പെടുത്തി തരുന്നത്. ജസ്റ്റിൻ മാത്യുവിനൊപ്പം ബേപ്പൂരിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്. വളരെ ശ്രമകരമായ ജോലിയാണ്. ഇപ്പോൾ ഡൽഹിയിൽ നിന്നെത്തിയ അനൂപ് ബേപ്പൂരിൻ്റെ ആ ഒരു കാഴ്ച, ചരിത്രപരമായ സവിശേഷതകൾ കൂടിയുള്ള കാഴ്ചയാണ് നമ്മളോട് പങ്കുവച്ചത്. അനൂപ്, കുറഞ്ഞു വരുന്നു എന്നൊരു സങ്കടകരമായ കാര്യമുണ്ട്. പക്ഷെ ഇപ്പോഴും ഒരു നിർമ്മിച്ചിറങ്ങുന്നു എന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഇനിയും ഏറെക്കാലം നിലനിൽക്കേണ്ട ഒരു സംഭവമാണല്ലേ? ഈ മാപ്പിള ഗലാസിമാർന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന സ്ഥലം ബേപ്പൂരാണ്. ബേപ്പൂരിൽ കാലങ്ങളായി ഗലാസിമാരെ കുറിച്ചുള്ള കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അവർ ഇടപെട്ട സ്ഥലങ്ങൾ, ഇപ്പോൾ തീവണ്ടി ദുരന്തമൊക്കെ പെട്ട ഇടങ്ങളിൽ പോയി, അതല്ലെങ്കിൽ യന്ത്രങ്ങൾ പരാജയപ്പെട്ട പലയിടത്തും പോയി വിജയിച്ച് വന്ന ആളുകളാണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു തന്നെ കടലിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച ഖലാസിമാരുടെ എണ്ണം തീരെ കുറവാണ്. ഉള്ള ആളുകൾ നല്ല പ്രായമുള്ള അബ്ദുൾ റഹ്മാൻ കെ പോലെയുള്ള ആളുകൾ, 75 വയസ്സായി. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്ക്, അതാ നിങ്ങൾ അങ്ങനെ ചെയ്യൂ, അവിടെ അത് ചെയ്യൂ, അല്ലെങ്കിൽ ഈ കാര്യം ഇങ്ങോട്ടിടൂ തുടങ്ങിയിട്ടുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മറ്റു തൊഴിലാളികൾ പണിയെടുത്താണ് ഇപ്പോഴും ഒരു കടലിലേക്ക് ഇറങ്ങുന്നത്. അതായത് കായിക ബലം, ഒപ്പം തന്നെ മനസ്സിൻ്റെ ബലം, ചിന്താശേഷി, ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒരു ഇടപെടലാണ് ഈ ഗലാസിമാരുടെ ഭാഗത്ത് നിന്ന് ഇത്തരം പണികൾക്കുണ്ടാവുന്നത്. എന്നാൽ ബേപ്പൂരിൽ പല കാരണങ്ങളാൽ ഗലാസിമാരുടെ എണ്ണം കുറയുകയാണ്. ഗലാസിമാരെ സഹായിക്കാൻ ഇതര സംസ്ഥാനത്ത് നിന്ന്, പ്രത്യേകിച്ച് ഒഡീഷയിൽ നിന്നുള്ള ആളുകളൊക്കെയാണ് എത്തുന്നത്. അവരും തന്നെ ഒരു ദിവസം വിളിച്ച് വന്ന് പിറ്റേ ദിവസം ഈ കായികോദ്യാനത്തിൻ്റെ പ്രശ്നം കൊണ്ട് 2ാമത്തെ ദിവസം വരാത്ത അവസ്ഥയൊക്കെ ഉണ്ട്. പക്ഷേ അതേസമയം ഗലാസിമാർ രാത്രി എത്ര വൈകിയാലും ജോലി കഴിഞ്ഞാലും പിറ്റേന്നും ജോലിക്കെത്തി ഏൽപ്പിച്ച ഉത്തരവാദിത്വം പൂർത്തിയാക്കുന്നത് വരെ കൂടെ തുടരുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ ഗലാസിമാരുടെ എണ്ണം തീരെ 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 കുറഞ്ഞു പോകുന്നു. അത് നാളേക്ക് ഈ ഇനി കടലിലേക്ക് ഇറക്കേണ്ട സമയത്ത് ഗലാസിമാരുടെ ചിന്താശേഷി, ഒപ്പം തന്നെ അവരുടെ കായിക ബലമെല്ലാം എത്രത്തോളം വേണ്ടിവരുമെന്ന് കാണിച്ചു തരുന്നുണ്ട് ഇപ്പോൾ ഈ ഇറങ്ങുമ്പോഴും നമ്മൾ ബേപ്പൂരിൽ നിന്ന് കാണുന്ന കാഴ്ച.